പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രിമാരുമായി യോഗം ചേർന്നു. സംസ്ഥാനങ്ങളിൽ വികസന ജനക്ഷേമ പദ്ധതികളുടെ നടത്തിപ്പ് സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്യും. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, ജെ.പി. നദ്ദ തുടങ്ങിയവരും പങ്കെടുത്തു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, വിശദാംശങ്ങൾ. രോഹിണി, ഡൽഹിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായും ഉപമുഖ്യമന്ത്രിമാരുമായും യോഗം ചേർന്നിട്ടുള്ളത്. ഈ യോഗത്തിൽ ഓരോ സംസ്ഥാനങ്ങളിലും നടപ്പാക്കുന്ന ജനക്ഷേമ വികസന പദ്ധതികളുടെ നടത്തിപ്പ് സംബന്ധിച്ചും നിലവിലെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും വിശദമായ ചർച്ച നടക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നലെയും ഇന്നുമായാണ് ഇത്തരത്തിൽ ബിജെപി മുഖ്യമന്ത്രിമാരുടെയും ഉപമുഖ്യമന്ത്രിമാരുടെയും യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ പങ്കെടുക്കുന്നു. ഒപ്പം കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ആരോഗ്യമന്ത്രിയും ഒപ്പം ബിജെപിയുടെ ദേശീയ അധ്യക്ഷനുമായിട്ടുള്ള ജെ.പി. നദ്ദ തുടങ്ങിയിട്ടുള്ള കേന്ദ്രമന്ത്രിമാരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കി വരുന്ന വികസന ജനക്ഷേമ പദ്ധതികൾ, കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ, ഇവ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ചർച്ചകളും ആ പദ്ധതികളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുമാണ് ഈ യോഗത്തിൽ ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് മൂന്നാം തവണയും പ്രധാനമന്ത്രിയായ ശേഷം നരേന്ദ്രമോദി വിളിച്ചു ചേർക്കുന്ന ഇത്തരത്തിൽ മുഖ്യമന്ത്രിമാരുടെ ആദ്യത്തെ യോഗമാണിത്. ഈ ഒരു യോഗത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട മേഖലകൾ സംബന്ധിച്ചും വിവിധ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ തുടങ്ങി വെച്ചിട്ടുള്ള വികസന പദ്ധതികളുണ്ട്. അത് സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ചർച്ചകളുമാണ് ഈ ഒരു യോഗത്തിൽ ഉണ്ടാകുന്നത്. യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ, മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്, മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബൈരൻ സിംഗ് തുടങ്ങി ബിജെപി ഭരിക്കുന്ന മുഴുവൻ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും ഒപ്പം ഉപമുഖ്യമന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കുന്നത്. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.